ഏതായാലും ഇപ്പോൾ ദൗത്യ സംഘം ഈ മണ്ണുണ്ടി കോളനി പരിസരത്തു നിന്നും വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ രാഹുലും ഉണ്ട്. രാഹുൽ ആ ദൃശ്യം കണ്ടാണ്. അപ്പോൾ ഈ വെറ്ററിനറി സംഘം ആണ് പോയിരിക്കുന്നത് അല്ലേ? അപ്പോൾ എത്രയും വേഗം ഈ ദൗത്യം തുടങ്ങാൻ കഴിയുമെന്നതാണോ? തീർച്ചയായും ദൗത്യം എന്തായാലും ഓൺ തന്നെയാണ്. കാരണം ഈ ട്രാക്കിംഗ് അത് പുരോഗമിച്ചു വരുന്നുണ്ടായിരുന്നു. രാവിലെ 9:30 കൂടെ കൃത്യമായി അവസാനമായി ഈ ആനയുടെ സിഗ്നൽ കിട്ടി. അത് ഈ മേഖലയിൽ തന്നെ, ഈ വണ്ണുണ്ടി വനമേഖലയിൽ തന്നെ ഉണ്ട് എന്നതാണ്. അതായത് ഇന്നലെ വൈകിട്ട് ഉച്ച കഴിഞ്ഞ് ഈ ദൗത്യം സജീവമായി വന്നിരുന്നു. ആനയെ ഒരു ഘട്ടത്തിൽ മയക്കുവെടി വെക്കും എന്നൊരു സമയത്തിലേക്കൊക്കെ വന്നിരുന്നല്ലോ. ആ സമയത്ത് ആന ഓടി മാറി. അതായത് ബാവലിയിൽ നിന്ന് വണ്ണുണ്ടി വനമേഖലയിലേക്ക് മാറി. ഇന്നലെ അവസാനം സിഗ്നൽ കിട്ടിയതും വണ്ണുണ്ടി വനമേഖലയിലാണ്. അതിന് ശേഷം കിട്ടിയ സിഗ്നലുകളൊക്കെ വണ്ണുണ്ടി വനമേഖലയിൽ തന്നെ ഉണ്ട് എന്നാണ്. അതെ 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 ഇവിടെ നിന്ന് മുന്നോട്ട് ആ ഭാഗത്തേക്കാണ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ പോയിട്ടുള്ളത്. നമ്മൾ ഇവിടെ നിൽക്കുന്ന ഒരു തോട്, ഈ തോടിൻ്റെ മറുകരയിലൂടെയാണ് ഈ വനം വകുപ്പ് സംഘം ഏതായാലും ആ മേഖലയിലേക്ക് പോയിട്ടുള്ളത്. അതായത് ആനയെ അവർ കൃത്യമായി സ്പോട്ട് ചെയ്തിരിക്കുന്നത് ആ കുന്നിൻ്റെ ആ ഭാഗത്തായിട്ടാണ് എന്നാണ്. എത്ര അകലെയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. ആ വനമേഖലയിൽ തന്നെയാണ് എന്നതാണ് ഏറ്റവും അവസാനമായി നമ്മൾ കണ്ടത്. അതായത് ഫോറസ്റ്റിൻ്റെ വാച്ചർമാർ ഉദ്യോഗസ്ഥർക്കൊപ്പം അവസാനമായി പോയത് വെറ്റിനറി ടീമാണ്. കാരണം അവരുടെ കൈവശം ഈ ആനയെ മയക്കുവെടി വെക്കുന്നതിനുള്ള ഇക്വിപ്മെൻറ്റ്സ്, അത് ഗണ്ണല്ല, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മളത് കൃത്യമായി കണ്ടതുമാണല്ലോ. അപ്പോൾ ദൗത്യം വളരെ സജീവമായി തന്നെ ഉണ്ട്. നമ്മൾ നേരത്തേക്ക് പറഞ്ഞതുപോലെ വനമേഖലയാണ്, അടിക്കാടുകളുണ്ട്. ആന ഒരുപക്ഷെ ഈ മരത്തിൻ്റെ മറവിലൊക്കെ പോകാം. അതൊക്കെ ഈ ദൗത്യത്തെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാകും. അപ്പോൾ ഇതിന് കൃത്യമായി നല്ലൊരു യോജിച്ച സ്പോട്ടിലേക്ക് കൊണ്ടുവരിക, അതിനുശേഷം മയക്കുവെടി വെക്കുക. ഈ മയക്കുവെടി വെക്കുന്ന സ്ഥലത്തേക്ക് കുങ്കിയാനകളെ കൊണ്ടുപോകണം. അതിനുശേഷം നമ്മുടെ ലോറി, ആനിമൽ ആംബുലൻസ്, എലിഫൻ്റ് ആംബുലൻസ് ആണല്ലോ പറയുക, അതൊക്കെ കൊണ്ടുചെന്ന് എത്തിച്ച് ആനയെ റീലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് ഈ ആനയെ കൊണ്ടുവന്ന് മയക്കുവെടി വെക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. വെറ്റിനറി ടീം തന്നെ 4 സംഘങ്ങളായാണ് വനത്തിൽ പ്രവേശിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ ഈ വണ്ണുണ്ടി കോളനിയുടെ ആ ഭാഗത്ത് വനത്തിലേക്ക് കയറുന്ന പ്രദേശമുണ്ടല്ലോ, അവിടെ നിന്ന സമയത്ത് RRTയുടെ 2 ടീമും ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു. അതായത് ഈ ആന ഏതെങ്കിലും വിധേന ഓടി മാറുകയാണെങ്കിൽ, ഇന്നലത്തെ പോലെ ഓടി മാറുകയാണെങ്കിൽ അത് തടയുന്ന അതായത് പല സ്ഥലങ്ങളിലായി നിന്ന് ആനയെ വളഞ്ഞുകൊണ്ട് ഈ ദൗത്യം ഇന്ന് തന്നെ പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ നീക്കിയിട്ടുള്ളത്. ഇപ്പോഴത്തെ ഈ സിഗ്നൽ ലഭിച്ചിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ സിഗ്നൽ 2 തവണ ലഭിച്ചപ്പോഴും ഈ സ്ഥലം അധികം മാറിയിട്ടില്ല. അതായത് ആന നിൽക്കുന്ന സ്ഥലത്തു നിന്നും അധിക ദൂരത്തേക്ക് സഞ്ചരിച്ചിട്ടില്ല. ഏതാണ്ട് ഒരേ സ്ഥലത്ത് തന്നെ ആന നിലയുറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ കണ്ട അതേ സ്ഥലത്തിന് സമാനമായ സ്ഥലത്ത് ഏതാണ്ട് നിലയുറപ്പിക്കുമ്പോൾ അത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. നമ്മൾ ഈ വനമേഖല, ഇപ്പോൾ രാഹുൽ പറഞ്ഞ പോലെ തന്നെ ഈ വനമേഖല കണ്ടാൽ നമുക്ക് മനസ്സിലാകും, ഇത് ഇടതൂർന്ന മരങ്ങൾ മാത്രമല്ല, വലിയ കാടുകളുണ്ട്. ആ വലിയ കാടിനുള്ളിൽ ആന ഇന്നലെ പല സമയത്തും നിലയുറപ്പിച്ചു. അപ്പോൾ ഇവർക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കാണാൻ കഴിയുന്നില്ല എന്നതാണ്. അങ്ങനെ കാണാൻ കഴിയാത്ത സ്ഥിതിയിൽ അവർക്ക് മയക്കുവെടി വെക്കാൻ കഴിയില്ല. അങ്ങനെ ഒരുപാട് വെല്ലുവിളി ഇതിലുണ്ട്. നാട്ടിലിറങ്ങുന്ന ആനയെ മയക്കുവെടി വെച്ച് പിടികൂടുന്നത് പോലെയല്ല, ഇത് കാട്ടിലുള്ള ആനയാണ്. അപ്പോൾ കാട്ടിലുള്ള ആനയെ പിടികൂടുമ്പോൾ അത്ര എളുപ്പത്തിൽ അത് ആ ദൗത്യം പൂർത്തീകരിക്കാനും കഴിയില്ല. രാവിലെ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ ആന സിഗ്നൽ ലഭിക്കുമ്പോൾ ഇപ്പോൾ തുടർച്ചയായി ഒരേ സ്ഥലത്ത് അല്ലേ സിഗ്നൽ ലഭിക്കുന്നത്, അപ്പോൾ അത് ആശ്വാസം തോന്നുന്നു. പിന്നെ തീർച്ചയായും കാരണം ആന അങ്ങനെ മൂവ് ചെയ്യുന്നില്ല എന്നല്ല നേരത്തേക്കുള്ള അനുഭവം. ഇതിനെ 2 തവണ മയക്കുവെടി വെച്ച് പിടികൂട്ടിട്ടുള്ളതാണല്ലോ കർണാടക വനം വകുപ്പ്. ആ സമയത്തൊക്കെ ആന അങ്ങനെ ഭയങ്കര അഗ്രസീവായിട്ട് മൂവ് ചെയ്തിരുന്നു എന്നാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ എന്തായാലും ഇന്നലെ വൈകിട്ടത്തിന് ശേഷം ഏകദേശം ഒരേ സ്ഥലത്ത് തന്നെ ആനയുടെ സിഗ്നൽ കിട്ടുന്നു, ഒരേ മേഖലയിൽ നിന്ന് തന്നെ സിഗ്നൽ കിട്ടുന്നു എന്നത് ഈ ദൗത്യ സംഘത്തെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ കാര്യമാണ്. അതിന് മുൻപുണ്ടായ അനുഭവം അങ്ങനെയല്ല. ഇന്നലെ ആ ബാവലി ഭാഗത്ത് വെച്ച് ആനയെ ലൊക്കേറ്റ് ചെയ്തിരുന്നു, പക്ഷേ ആന ഓടി മാറിയിട്ടാണല്ലോ വണ്ണുണ്ടി മേഖലയിലേക്ക് വരുന്നത്. അപ്പോൾ അതിനുശേഷമുള്ള ഒരു സിഗ്നൽ ഒരേ സ്ഥലത്ത് നിന്ന് കിട്ടുന്നു എന്നത് ആശ്വാസകരമായ കാര്യമാണ്. അപ്പം മറ്റൊരു ഇന്ന് പ്രത്യേകമായി എടുത്തു പറയേണ്ട കാര്യം, ഇന്നലെ ഈ കുങ്കിയാനകളുടെ മുകളിൽ ചെന്ന് ആനയെ നിരീക്ഷിക്കുക എന്ന ഒരു കാര്യമാണ് ചെയ്തിരുന്നത്. അപ്പോൾ അത് പക്ഷേ ഈ അടിക്കാടുകളുടെയൊക്കെ അതുപോലെ ഈ മരത്തിൻ്റെ മറവിലൊക്കെ വരുന്നതുകൊണ്ട് അതിനപ്പുറം ട്രീ ഹട്ട് എന്നൊരു ഓപ്ഷൻ കൂടി വനം വകുപ്പ് എന്തായാലും ഇന്ന് ചെയ്യുന്നുണ്ട്. അതായത് ആനയെ കഴിയുന്നത് പോലെ മുകളിൽ നിന്ന് നിരീക്ഷിക്കുക, അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഏറുമാടത്തിൽ വെച്ച് നിരീക്ഷിക്കുക എന്നൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒപ്പം തന്നെ അതായത് ആന നേരത്തെയും ഈ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടിയതാണ്. അപ്പോൾ ആനയ്ക്ക് അറിയാം, മയക്കുവെടി വെച്ച് 2 തവണ പിടികൂടിയ ഒരു ആനയാകുമ്പോൾ ഈ അനുഭവം അവർക്കുണ്ട്, ആനയ്ക്കുണ്ട്. അപ്പോൾ ആന മുൻപരിചയം കാണിക്കും. അപ്പോൾ അതും ഒരു പ്രശ്നമായി മാറുന്നുണ്ട്. ഉണ്ട്. ഈ കരിയിലയുടെ സൗണ്ട് കേൾക്കുന്ന സമയത്ത് പോലും, അതായത് ദൗത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ വരണം, കുങ്കിയാനകളൊക്കെ വരണം. ഇന്നലെ ആ ദൗത്യം നടന്നുകൊണ്ടിരിക്കെ
ഈ ചെറിയ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ആന ഓടി മാറുന്നൊരു സാഹചര്യമായിരുന്നു എന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അതുപോലെ തന്നെ ഇതിനെ ഓടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത്, അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന ഡയറക്ഷനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അത് പക്ഷേ അങ്ങനെയല്ല ബിഹേവ് ചെയ്യുന്നത്. വളരെ അഗ്രസീവായിട്ട്, അറ്റാക്കിംഗ് മൂഡ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ വളരെ അഗ്രസീവായിട്ട് ആന പെരുമാറുന്നു എന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത്.